കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സിയോനെ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ പ്രതാപ വസ്ത്രം ധരിച്ചുകൊള്ളുക. പരിച്ഛേദന ഏൽക്കാത്തവനും അശുദ്ധനും ഇനിമേൽ നിന്നിലേക്ക് വരികയില്ല. ജെറുസലേമേ, നിന്റെ പൊടി കുടഞ്ഞുകളക. എഴുന്നേൽക്കുക, സിംഹാസനസ്ഥനാകുക. ബന്ദിയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ചങ്ങലകൾ അഴിച്ചുകളക എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ ഒരു പരിഭാഷയിൽ നമുക്ക് കാണാം. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു. പുതിയ നിയമ ഇസ്രായേലായ സഭയെക്കുറിച്ചുള്ള തൻ്റെ ചിന്തയും ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. ആകയാൽ നാം ഉണരേണ്ട സമയമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മോട് ഈ വചനം സംസാരിക്കുന്നതിന് ഉദ്ദേശം അതാണ്. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ പ്രതാപ വസ്ത്രം ധരിച്ചുകൊള്ളുക. പരിച്ഛേദന ഏൽക്കാത്തവരും അശുദ്ധരും ഇനിമേൽ നിന്നിലേക്ക് വരികയില്ല എന്നത് നമ്മോടുള്ള ദൈവവചനമാണ്. ജെറുസലേമേ, നിന്റെ പൊടി കുടഞ്ഞുകളക. എഴുന്നേൽക്കുക, സിംഹാസനസ്ഥനാകുക. ബന്ദിയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ചങ്ങലകൾ അഴിച്ചുകളക എന്ന് അരുളി ചെയ്യുന്ന ദൈവവചനം കേട്ട് വിശ്വസിച്ച് നമുക്ക് ശക്തിയോടെ ഉണർന്ന് എഴുന്നേൽക്കാം. ഇതിൻ്റെ ബന്ധത്തിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആരോടാണ് സാധാരണയായി ഉണരുവാൻ നാം പറയുന്നത്? ഉറങ്ങുന്ന ഒരു വ്യക്തിയോട് മാത്രമേ നാം ഉണരുവാൻ പറയുകയുള്ളൂ. ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് നാം ഒരിക്കലും ഉണരുക എന്ന് പറയാറില്ല. ദൈവത്തിൻ്റെ ഇസ്രായേലിനോട് ഉണരുക എന്ന് പറയുന്നതിന് കാരണം അവർ ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ ആയിരുന്നത് കൊണ്ടാണ്. അത് അവരുടെ ആത്മീയ അവസ്ഥയെ പരിശോധിക്കുന്ന വചനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി ഉറങ്ങുമ്പോൾ ഒരു പരിധിവരെ അബോധാവസ്ഥയിലോ അർദ്ധ അബോധാവസ്ഥയിലോ ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. വികാരങ്ങൾ സജീവമല്ലാത്ത ഒരവസ്ഥയാണത്. അതുമാത്രമല്ല, ചിന്തയും സജീവമായിരിക്കുകയില്ല. ആത്മീയമായി അവരുടെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ടാണ് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്ന് ആ സമയത്ത് ദൈവം അവർക്കായി ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള ദൈവത്തിൻ്റെ വചനം അവർക്ക് വന്നത്. വിശുദ്ധന്മാരെ, ഇന്ന് സഭയെ നോക്കുമ്പോൾ അവർ ഒരു ഉറക്കത്തിൻ്റെ സ്ഥാനത്താണ്. ഈ ധ്യാനത്തിന് അത് കൂടുതൽ വ്യക്തമായി നമുക്ക് കാണാം. ആ ഉറക്കം കാരണം ദൈവജനത്തിന് സംഭവിച്ചെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ആത്മീയ നിദ്രയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇവിടെ സഭ ഉണരേണ്ട ആവശ്യകതയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നു. തുടർന്ന്, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ, ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സഭയോട് പറയുന്നത് നമുക്ക് കാണുന്നു. താൻ ദൈവജനത്തോട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ആത്മീയ നിദ്ര എന്നത് പ്രഥമമായി ആത്മീയ അലസതയെ സൂചിപ്പിക്കുന്നു. ഈ ഉറക്കത്തിൻ്റെ അവസ്ഥയാണ് സഭയെ ഇത്രയും ഭയാനകമായ അവസ്ഥയിലേക്കും അലസമായ ജീവിതശൈലിയിലേക്കും അടിമത്തത്തിലേക്കും കൊണ്ടുവന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധന്മാരെ, അത് നാം കാണുന്നത് പോലെ സഭയെ ആത്മീയ അടിമത്തത്തിലേക്കും ധാർമ്മികവും ആത്മീയവുമായ ബന്ധനങ്ങളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ ഈ സമയത്ത് നാം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ ലഭ്യമാക്കേണ്ടത് വളരെ പ്രധാനമാണ്. നമുക്ക് ഉറക്കത്തിൽ നിന്ന് പുറത്തു വരുവാനും ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭ്യമാക്കുവാനും കഴിയുന്നതാണ്. ഇന്ന് സഭാമണ്ഡലത്തിൽ പൊതുവെ ദൈവജനത്തിൻ്റെ ജീവിതം നോക്കുമ്പോൾ അവർ ധാർമ്മികമായും ആത്മീയമായും അലസമായ അവസ്ഥയിലാണെന്നത് ദുഃഖസത്യമാണ്. നാം ഉണർന്നിരിക്കുകയാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഉണർന്നിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുള്ളവരാകാം. ധാർമ്മികവും ആത്മീയവുമായ അലസത ഇന്ന് സഭയെ കീഴടക്കിയിരിക്കുന്നു. ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതശൈലിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നാം എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ശീലങ്ങൾ ദൈവത്തിന് പ്രസാദകരവും സ്വീകാര്യവുമാകുന്നുവോ, നമ്മുടെ ചിന്തകൾ തനിക്ക് പ്രസാദകരമാണോ, ഇക്കാര്യങ്ങൾ സുപ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കണം. അനേകരുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യയോഗ്യമല്ല എങ്കിലും അവർ ആ അധപ്പതിച്ച ധാർമ്മിക അവസ്ഥയിൽ തുടരുന്നു. ആ ധാർമ്മിക അലസതയിലാണ് അവർ ജീവിക്കുന്നത്. ദൈവജനത്തിൻ്റെ ചരിത്രം
നോക്കുമ്പോൾ മഹത്തായ ഉണർവുകളെക്കുറിച്ച് ചില ചരിത്ര പുസ്തകങ്ങളിൽ നാം വായിക്കുന്നു. ജോൺ വെസ്ലിയുടെ പ്രസംഗത്തിലൂടെ ദൈവം കൊണ്ടുവന്ന വലിയ ഉണർവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ധാർമ്മികമായി ഉറങ്ങുന്ന അനേകരും പാപത്തിലകപ്പെട്ട് ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കും എതിരായ കാര്യങ്ങൾ ചെയ്യുന്നവരും, അശ്രദ്ധമായ ജീവിതം നയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ദൈവത്തിനെതിരെ മത്സരിച്ച് സ്വന്തം വഴികളിൽ പോയ യുവാക്കളും ഉണർത്തപ്പെട്ട ഒരു സമയമായിരുന്നു അത്. അവർ ക്രിസ്തുവിലുള്ള രക്ഷയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അവർ ധാർമ്മികമായി അലസരായിരുന്നു. പക്ഷേ ദൈവം തന്റെ കാരുണ്യത്താൽ അവരെ ഉണർത്തി തന്നോടുള്ള ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമുക്കൊരേ സമയം ഉറങ്ങുവാനും പ്രവർത്തിക്കുവാനും കഴിയുമോ? ഇന്ന് അനേകർ ആത്മീയ നിദ്രയിൽ ആയിരുന്നിട്ടും സ്വാഭാവികമായുള്ളതും ആത്മീയമായുള്ളതും എല്ലാം ചെയ്യുന്നുണ്ട്. കൂടിവരവുകൾ ആരാധന സമയത്ത് തിരുവചനം കേൾക്കുമ്പോഴും ഉറങ്ങുന്ന ശീലമുള്ളവരുണ്ട്. ഞാൻ പ്രതിപാദിക്കുന്നത് അവരെക്കുറിച്ചല്ല. എന്നാൽ ധാർമ്മികമായും ആത്മീയമായും ഉറക്കത്തിലായിരിക്കുമ്പോൾ ഒരു ദൈവവൈതലിന് ബുദ്ധിപരമായി ഉണർന്നിരിക്കുവാനും കഴിയുമോ? തീർച്ചയായും കഴിയും. ഇതാണ് ദൈവജനങ്ങളുടെ മുമ്പിലുള്ള വലിയ അപകടം. ഈ ആത്മീയ അപകടത്തെ നമുക്ക് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.